രാജേന്ദ്രൻ, ഈ കൈകൾ ശുദ്ധമാണ്, ഇത് ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. നമ്മൾ അന്നേ പറഞ്ഞിരുന്നു, നമ്മളത് ചർച്ച ചെയ്തിരുന്നു. അന്നേ പറഞ്ഞ് കൈകൾ ശുദ്ധമാകും, കുഴപ്പമൊന്നുമില്ല. കൈകൾക്ക് എന്താ ഇപ്പോൾ ഡിജിറ്റൽ ഇടപാടായതുകൊണ്ട് വിരൽ മാത്രം മതി, കൈകൾ ശുദ്ധമായിരിക്കും. സോപ്പിട്ട് കഴുകിയാലും കൈകൾ ശുദ്ധമാണ്. സാനിറ്റൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാലും കൈകൾ ശുദ്ധമായിരിക്കും, എപ്പോഴും ശുദ്ധമാക്കി വയ്ക്കാറുണ്ട് കോവിഡിന് ശേഷം എല്ലാവരും. അതുകൊണ്ട് അത് ശുദ്ധമാണെന്ന് എല്ലാവർക്കും പറയാൻ കഴിയും. ഇങ്ങനെ കാണിച്ചിട്ട് ശുദ്ധമാണ്, രാവിലെ കഴുകിയിട്ട് വന്നാൽ അത് ശുദ്ധമാണ്. ഇവിടെ അതല്ല പ്രശ്നം. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു അഴിമതി കേസിൽ സ്വന്തം മകളുടെ അക്കൗണ്ടിലേക്ക് അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള മണി പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചപ്പോഴാണ് അതെ പിണറായി പറഞ്ഞത്. എന്ന് മാത്രമല്ല, മാത്യു കുഴൽനാടിന് നേരെ ചൂടാവുകയും ചെയ്തു. എന്ത് തോന്നിയാവസവും പറയാമോ, എന്ത് നിങ്ങൾക്ക് പറയാമോ എന്ന് പറഞ്ഞ് ചൂടായി അടിക്കാൻ തയ്യാറാവുന്ന ഭാവത്തിലും ഗൗരവത്തിലും കുടുംബത്തിൽ ഇരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. എന്തും പറയാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ദേഷ്യപ്പെട്ട് അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ നോക്കി എന്ന് മാത്രമല്ല, പിന്നാലെ കേരളത്തിൻ്റെ പോലീസ്, കേന്ദ്രത്തിൻ്റെ CBI അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളും എല്ലാം തന്നെ ഈ EPയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും എല്ലാം അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടെന്ന് ഇവർ പലപ്പോഴും പറയാറുണ്ടല്ലോ. ഇവരുടെ പോലീസിനെയും വിജിലൻസിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്യു കുഴൽനാടനെതിരെ കേസുകൾ കെട്ടിച്ചമയ്ക്കാൻ വേണ്ടി ഇവർ ഉടൻ തന്നെ ശ്രമം നടത്തി. അപ്പോൾ കേന്ദ്രത്തിലേത് ഫാഷിസ്റ്റ് ആണെന്ന് പറയുകയും അവരുടെ ഈ അന്വേഷണ ഏജൻസികൾ കൂട്ടിൽ അടച്ച തർത്തകളാണെന്ന് പറയുകയും ചെയ്യുന്ന അതേ ആൾക്കാർ തന്നെ അതേ നിയമം, അതേ നയം മാത്യു കുഴൽനാടിന് നേരെ നടപ്പാക്കി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, കണ്ണുരുട്ടി കാണിക്കുകയാണ്. തിരുവായിക്ക് എതിർവായില്ലെന്നുള്ളത് അത് പാർട്ടി കോൺഗ്രസ്സിൽ പറ്റുമായിരിക്കും. മധുരയിൽ ഇപ്പോൾ നടക്കുന്ന പാർട്ടി കോൺഗ്രസ്സിൽ എല്ലാവരും വിമർശിക്കപ്പെടുന്നുണ്ട്, ബട്ട് എക്സെപ്റ്റ് പിണറായി വിജയൻ. അപ്പോൾ അവിടെ വന്ന് വലിയ രസകരമായ ഒരു കാര്യം, അഴിമതിയിൽ ആസകലം മൂടിയിരിക്കുന്ന സ്റ്റാലിൻ അവിടെ വന്ന് പറയുന്നത് കേരളം മാതൃകയാക്കണം. ഇതുപോലുള്ള എന്തിനു മാതൃകയാക്കണമെന്ന് അദ്ദേഹം പറയുന്നത്? ഈ അഴിമതിക്ക് മാതൃകയാക്കണമെന്നോ? അഴിമതി നടത്തിയിട്ട് ആരാലും പിടിക്കപ്പെടാതിരിക്കുന്ന ഒരു കള്ളത്തരത്തിന് മാതൃകയാവണമെന്നാണോ അദ്ദേഹം പറയുന്നത്? അതുപോലെ തന്നെ 75 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം പോളിറ്റ് ബ്യൂറോയിലും അതുപോലെ മുഖ്യമന്ത്രി പദം വരെയുള്ള പദങ്ങളിൽ നിന്നും പുറത്തു പോകണമെന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം. അവർ വേറെ ചെറുപ്പക്കാരെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന്. അവിടെ നമ്മുടെ കൊച്ചിയുടെ മേയറായിട്ടുള്ള അനിൽകുമാർ പാർട്ടി കോൺഗ്രസ്സിൽ ചോദിച്ചു, നിങ്ങൾ ആരെയാണ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്? കളവന്മാരായി തന്നെ അവിടെ ഇരുന്നുകൊണ്ട് തിരുവായിക്ക് എതിർവായില്ലെന്ന് പറഞ്ഞ് അതീശത്വം, അതാണ് കോൺഗ്രസിനെ കുറിച്ച് ആരോപിക്കുന്നത്. അതേ രീതിയിൽ, അതിനേക്കാൾ മോശമായ രീതിയിലാണ് ഇന്ന് CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് തർക്കമില്ല. പഴയകാല കമ്മ്യൂണിസ്റ്റ് പടക്കുതിരയായിട്ടുള്ള G. സുധാകരൻ തന്നെ ഇത് പുറത്തു പറഞ്ഞു. പോളിറ്റ് ബ്യൂറോയിലുള്ള അംഗങ്ങൾക്ക് ഒരു കാലത്ത് 75 വയസ്സിന് ഈ പരിധി കൊടുക്കാൻ പാടില്ല. അത് ബൃന്ദാക്കാരായിട്ട് പോവുകയാണ്. ഒരു സ്ത്രീ പ്രാതിനിധ്യം ഈ മുഖ്യമന്ത്രി പോലുള്ള കസേരകളിൽ ഇല്ലാതെ, പാർട്ടി പ്രസിഡന്റ് പോലുള്ള കസേരകളിൽ, പാർട്ടി പ്രസിഡൻ്റല്ല, ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അവർക്ക്, മറ്റു പാർട്ടികളുടെ പ്രസിഡന്റിന് തുല്യമാണത്. അങ്ങനെയുള്ള പദവികളിൽ യാതൊരു പ്രാതിനിധ്യവും ഇല്ലാതെ, സ്ത്രീ പ്രാതിനിധ്യമില്ലാതെ, ദലിത് പ്രാതിനിധ്യമില്ലാതെ പോവുകയാണ് അവർ ദലിതാണെന്നല്ല, ബ്രാഹ്മണിസമാണ് കമ്മ്യൂണിസത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരക്കെ ആക്ഷേപമുള്ളപ്പോഴും ബ്രാഹ്മണർക്ക് തന്നെയാണ് മേധാവിത്വം അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിന് ചരിത്രത്തിലേക്ക് പോയ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട്. പക്ഷേ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. ഇവിടെ അദ്ദേഹത്തിന് എതിരെ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെല്ലാം അദ്ദേഹം നിയമസഭയിൽ വെച്ച് നിഷേധിച്ചതാണ്. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്, അവകാശ ലംഘനം. സഭയിലെ അംഗങ്ങൾക്ക്, നമ്മുടെ പ്രതിനിധികളാണവർ, അവർക്ക് സത്യം അറിയാനുള്ള അവകാശമുണ്ട്. അതാണ് ആ സ്ഥാനത്തിൻ്റെ മാന്യതയും അന്തസ്സും അവകാശവും. ആ അവകാശത്തെ ഇദ്ദേഹം ലംഘിച്ചിരിക്കുകയാണ്, കള്ളം പറഞ്ഞിരിക്കുകയാണ്. ഈ കേന്ദ്രം ഇത് പെട്ടെന്ന് ആസൂത്രണം ചെയ്തതല്ല. അതിൻ്റെ ശരിയായ രീതിയിൽ കൂടി, ശരിയായ മാർഗത്തിൽ കൂടി, ശരിയായ ചാനലുകളിൽ കൂടി നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വെളിപ്പെട്ട കാര്യങ്ങളാണിവിടെ. ഇത് പ്രകാരം പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണ വിജയന് 1.87 കോടി രൂപയുടെ ഒരു ആനുകൂല്യം CMRL എന്ന് പറയുന്ന ഒരു സ്ഥാപനം നൽകിയിട്ടുണ്ടെന്നാണ് വരുന്നത്. സേവനം നൽകാതെ. ഇതിന് സേവനം എന്താണ് ലഭിച്ചതെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് ഇതിൻ്റെ ഉടമയായിട്ടുള്ള
ഈ സ്ഥാപനം എക്സാലോജിക്കിൻ്റെ ഉടമയായിട്ടുള്ള വീണ വിജയനോട് ചോദിച്ചപ്പോൾ അവരിൽ നിന്നും ഇന്ന് വരെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. അവരെ ചോദ്യം ചെയ്തതിൻ്റെയും കമ്പനി ആക്ട് പ്രകാരമുള്ള തെളിവുകൾ ശേഖരിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ SFIO കണ്ടെത്തിയതാണിത്. ഇത് മാത്രമല്ല, ഇത് മഞ്ഞുകട്ടയുടെ ഉപരിതലം മാത്രമാണെന്ന് അന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 387 കോടിയുടെ അഴിമതിയാണ് ഒരു സ്ഥാപനം പലർക്കായിട്ട്. അതിൽ പലരും രാഷ്ട്രീയക്കാരാണ്, പത്രം ഉടമകളുണ്ട്, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരുണ്ട്. അവരൊക്കെയാണ് ഇങ്ങനെ അഴിമതിക്കെതിരെ ഘോരം മുഖപ്രസംഗങ്ങളും റിപ്പോർട്ടുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാമുള്ള വലിയ ഒരു കൺഗ്ലോമറേറ്റ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. വലിയ അഴിമതി, പണത്തിൻ്റെ ദുർവിനിയോഗം ഒക്കെ ഇത് ഫ്രോഡ്. SFIO എന്ന് പറയുന്നത് F എന്ന് പറയുന്നത് ഫ്രോഡ് എന്നാണ്. ആ ഫ്രോഡിൽപ്പെട്ടിരിക്കുന്നു പിണറായി വിജയൻ്റെ മകൾ. പിണറായി വിജയൻ്റെ മകൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉന്നത തലത്തിലിരിക്കുന്നത് കൂടാതെ അവർക്ക് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും സ്ഥാനങ്ങളൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനവും ഇല്ലാത്ത ആളാണ്. അവർക്കുള്ള രാഷ്ട്രീയ ബന്ധമെന്ന് പറയുന്നത് അച്ഛൻ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രി ആണ് എന്നതുമാണ്. നമ്മുടെ ഭരണഘടനയുടെയും അതുപോലെ തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെയും വകുപ്പ് പ്രകാരം ഒരാൾ ഒരു തുക അഴിമതിയായിട്ട് സ്വീകരിക്കുക, ഉന്നത സ്ഥാനത്തിരിക്കുന്നവൾ, ഒരാളെന്നുള്ളത് മാത്രമല്ല അവിടെ പറഞ്ഞ, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ സ്വീകരിക്കുകയോ ചെയ്താൽ മറ്റൊരാൾ, അതിനാണ് എനിക്ക് വരാം, ആ മറ്റൊരാളാണ് ഇവിടെ വീണ വിജയൻ. ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദന് തീർച്ചയായിട്ടും ഇതറിയാൻ വയ്യായല്ല. വ്യക്തമായിട്ടും ആ മറ്റേ ആളാൾ തന്നെയാണ് പിണറായി വിജയൻ്റെ മകളായിട്ട്. സഖാക്കന്മാരെല്ലാം ആദ്യം പ്രതിരോധിച്ചല്ലോ, അതിശക്തമായിട്ട് പ്രതിരോധിച്ചു. പാർട്ടിക്ക് ഇതിലെന്താ കാര്യം? രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട്. അപ്പോൾ പിണറായി വിജയനുമായിട്ട് ഈ വ്യക്തിക്കൊരു ബന്ധവുമില്ലേ? ഈ വ്യക്തി പണം സ്വീകരിക്കുമ്പോൾ അത് വേറൊരു വ്യക്തിക്ക് വേണ്ടിയാണെന്നാണ് വ്യക്തമാവുന്നത്. പ്രത്യേകിച്ച് ഒരു ബിസിനസ് ഇടപാടല്ല ഇതെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇതിനകത്ത് പിണറായി വിജയന് സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഒരു പോയിന്റ് കൂടെ നമ്മൾ പറഞ്ഞു തീർക്കണം, വ്യക്തത വരുത്താൻ. അപ്പോൾ ഇങ്ങനൊരു സംഭാവന തുകയായിട്ട് കൊടുത്തിരിക്കുക കമ്പനി, നിങ്ങൾക്കെന്ത് വേണം എന്നുള്ള ചോദ്യം വരും. അങ്ങനെ കൊടുക്കാൻ പാടില്ല. കമ്പനി നിയമപ്രകാരം നിങ്ങളൊരു സേവനം സ്വീകരിച്ചിട്ട് മാത്രമേ അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. അതിന് കണക്ക് വേണം, അക്കൗണ്ടബിലിറ്റി വേണം. അതിവിടെ ഇല്ല. കമ്പനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്തല്ല. കമ്പനി എന്ന് പറയുന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം ഒന്നിൽ കൂടുതൽ പേരുടെ താല്പര്യമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പണം പോകുമ്പോൾ അവിടെ ഒരു വെട്ടിപ്പാണ് നടന്നത്. നമ്മുടെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞു ആ വെട്ടിപ്പ് അതെന്തിനു വേണ്ടി നടത്തി? വേറെ വസ്തുതകളൊന്നുമില്ലാത്തടത്തോളം കാലം ഈ പറയുന്ന വ്യക്തിയുടെ അച്ഛൻ കേരളത്തിൽ ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സുള്ള മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഈ തുക കൊടുത്തതെന്നാണ് സാഹചര്യ തെളിവുകൾ തെളിയിക്കുന്നത്. ഇനി വിജയനാഥ് പറഞ്ഞ ചോദ്യത്തിലേക്ക്, ഇത് സംഭവിക്കാൻ പോകുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് മധുരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. വാനോളം പുകഴ്ത്താൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ അംഗങ്ങളും ഈ സ്തുതിപാഠന സംസ്കാരം ഇല്ലാത്തൊരു പാർട്ടിയായിരുന്നു. ഇവിടെ പിണറായി സ്തുതികളാണ് അവിടെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത്. വെറും DYFIക്കാരല്ല, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത തരത്തിലുള്ള പുകഴ്ത്തു വചനങ്ങൾ. കേരളം എത്ര സമ്പത്താണ്, സമ്പത്ത് കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ സ്വർണ്ണനാണയങ്ങൾ ഇവിടെ കൂടിക്കിടക്കുകയാണ്, മഹാബലിയുടെ ഭരണകാലത്തെ പോലെ എന്നൊക്കെ പറഞ്ഞാണ് വൈത്താരി കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിന് നിരക്കാത്ത വിധം അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് സ്ഥിതി? പാവപ്പെട്ട ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കിടക്കുന്നത് അവർ സെക്രട്ടേറിയറ്റിനെ സ്തംഭിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞുകുട്ടികളുടെ കണ്ണുനീരും ഏങ്ങലടിയും കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് ഈ വെയിലും ക്രൂരമായ മഴയും ഇടിവെന്നലും എല്ലാം സഹിച്ചുകൊണ്ട് ജീവൻ പോയാലും കുഴപ്പമില്ലെന്നൊരവസ്ഥയിൽ മുടിയും വെട്ടി പട്ടിണിയും കിടന്ന് അവിടെ കിടക്കുകയാണ്. ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. 57 ദിവസം പിന്നിട്ടിട്ടും അവർക്ക് കൊടുക്കാൻ പോലും പണമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കേരളത്തെ കൊണ്ടുപോയത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. അതിനെല്ലാം കേന്ദ്രത്തിനെ പഴിചാരുകയാണ്. കേന്ദ്രം കൊടുക്കുന്നത് അഴിമതി പണമല്ല, കൃത്യമായിട്ടുള്ള പണം കണക്ക് പറഞ്ഞേ കൊടുക്കാവൂ. അല്ലാതെ ഏതെങ്കിലും ഒരു കമ്പനി വീണ വിജയന് കൊടുക്കുന്നത് പോലെ പണം കൊടുക്കാൻ ഉള്ള ഏർപ്പാടല്ല കേന്ദ്രം. കണക്ക് കൊടുത്താൽ കണക്കനുസരിച്ച് അവർ തിരിച്ചു തരും.
അല്ലാതെ ഇങ്ങോട്ട് CMRL ഭീഷണിപ്പെടുത്തി നേടുന്നത് പോലെ നേടാൻ പറ്റില്ല കേന്ദ്രത്തിൽ നിന്ന്. അത് DYFIക്കാർ തലകുത്തി എന്നാലും അത് സാധിക്കുകയില്ല. KV തോമസിനെ അവിടെ 1 ലക്ഷം രൂപയുടെ ക്യാബിനറ്റ് റാങ്കോട് കൂടിയ ശമ്പളക്കാരനായി വെച്ചാലും തിരുതാക്കറി കൊണ്ട് അവിടെ കൊടുത്താലും നടക്കുന്ന കാര്യമല്ലത്. കണക്ക് പ്രകാരമേ കൊടുക്കൂ. ഒരു 5 പൈസയുടെ അഴിമതി ഇല്ലാത്ത സർക്കാരാണ് ഇവിടെ. അതുകൊണ്ട് അതിനെ അങ്ങനൊന്നും സ്വാധീനിക്കാൻ പറ്റില്ല. നോക്കൂ, നിർമ്മലാ സീതാരാമനെ വിളിച്ച് പുട്ടും കടലക്കറിയൊക്കെ കൊടുത്ത്, തിരുതക്കറി കഴിക്കില്ല അവർ, ആ കൊടുത്ത് KV തോമസിൻ്റെ സാന്നിധ്യത്തിൽ ഒക്കെ ചർച്ചകൾ നടത്തിയതിന് ശേഷം കേന്ദ്രം കൃത്യമായിട്ടാണ് അതിൻ്റെ ആക്ട് നടപ്പാക്കുന്നത്. ഒരു തരം അഴിമതിക്കും സ്വാധീനത്തിനും സമ്മർദ്ദത്തിനും അതിനെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നുള്ളതും വ്യക്തമായിരിക്കുന്നു. ഇനി വേണ്ടത് ഇത് നാണം കെട്ട പോളിറ്റ് ബ്യൂറോ ആകാതിരിക്കണമെങ്കിൽ പിണറായി വിജയൻ സ്ഥാനമൊഴിയണമെന്നോ അന്തസ്സായിട്ട് EMS സുന്ദരയ്യ, അതുപോലെ BT രണദിവേ, ഹർകിഷൻ സുർജിത്ത്, അദ്ദേഹം കുറച്ച് കോംപ്രമൈസ് ചെയ്തു, ഓട്ടെ, അത് ഞാൻ അംഗീകരിക്കുന്നു. അവരൊക്കെ പടുത്തുയർത്തിയ കമ്മ്യൂണിസത്തിൻ്റെ ഈ വലിയ ഗോപുരങ്ങളുണ്ടല്ലോ, ആ ഗോപുരങ്ങൾ റോഡിൽ വീണ് ചിഹ്ന ഭിന്നമാകാതിരിക്കാൻ പിണറായി വിജയൻ അന്തസ്സായിട്ട് മാറി നിൽക്കണം. അധികാരത്തിൻ്റെ അപ്പക്കഷണത്തിന് വേണ്ടി അതിൽ കടിച്ചു തൂങ്ങിയിരിക്കരുത്. മുഖ്യമന്ത്രി പദത്തിൽ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായാലും എന്തായാലും ശരി, മാന്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് സംസ്കാരം കാണിക്കൂ. അന്വേഷണത്തിൽ തെളിയട്ടെ, അഗ്നിശുദ്ധനായിട്ട് വന്ന് പദം ഏറ്റെടുക്കട്ടെ. അങ്ങനെ നേതൃദാരിദ്ര്യമുള്ള ഒരു പാർട്ടിയാണെങ്കിൽ പിണറായി അല്ലെങ്കിൽ മറ്റാരും ഇല്ല എന്നുള്ളൊരു സംസ്കാരം പാർട്ടിയിലില്ല. നേതാവല്ല വലുത്, അതിൻ്റെ പ്രത്യയശാസ്ത്രവും അതിൻ്റെ പാർട്ടി സംഘടനയുമാണ് ബലം. അവരാണ് നമ്മളൊക്കെ എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്, ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നപ്പോൾ. അതാണ് അതിന് വിരുദ്ധമായിട്ടുള്ള പോവുകയാണെങ്കിൽ നിങ്ങളും കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള ആത്മപരിശോധന ഉണ്ടാവണം. തീർച്ചയായിട്ടും ഈ അഴിമതിക്ക് വിധേയനായിട്ടുള്ള മുഖ്യമന്ത്രി രാജിവെക്കണം. നോട്ട് ഓൺലി സീസർ ബട്ട് ആൾസോ ഹിസ് വൈഫ് ഓർ ഡോട്ടർ ഷുഡ് ബി എബവ് സസ്പിഷൻ എന്നുള്ളതാണ് അതിൻ്റെ സ്പിരിറ്റ്. ധർമ്മം കമ്മ്യൂണിസ്റ്റ് ധർമ്മമല്ല, ഏതൊരു രാജ്യധർമ്മവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സംശയത്തിന് വിധേയമായിരിക്കും. നമ്മളിപ്പോൾ പിണറായി വിജയൻ അഴിമതി നടത്തി എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ സംശയത്തിന് വിധേയമായിരിക്കുന്നു. അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്യുകയാണ്. അന്തസ്സായിട്ടുള്ള ഒരേ ഒരു വഴി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.